ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ശുശ്രൂഷ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അവരായിരിക്കുന്നിടങ്ങളിൽ അവർക്ക് ആവശ്യമായ ഒരു അത്ഭുത കൃപ കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ലഭിക്കട്ടെ. ഒരുപക്ഷെ ഏതെങ്കിലും വിഷയത്തിൽ മരവിച്ചിരിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ല, ജീവിതം മൊത്തം നഷ്ടപ്പെട്ടു, കയ്യിൽ നിന്ന് പോയി എന്ന് കരുതുന്നവരാവും. ജീവിതത്തിൻ്റെ വലിയ ഞെരുക്കത്തിലായിരിക്കും. കർത്താവെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും അത്ഭുതകരമായൊരു ദൈവകൃപ ചൊരിയപ്പെടണം. കർത്താവെ, അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. ആ കരങ്ങൾ അങ്ങനെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പിക്കെ കണ്ണുകളടച്ച് വലിയൊരു ദൈവ സാന്നിധ്യം നിറയപ്പെടുന്ന സമയമാണ്. നമുക്ക് വിശ്വസിക്കാം, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്പസമയം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചില ആത്മീയ മേഖലകളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ബൈബിൾ തുറക്കുക, ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം. അതിൻ്റെ ടൈറ്റിൽ തന്നെ രണ്ട് വ്യക്തികളുടെ പേരാണ്, അബ്രാഹവും ലോത്തും. അബ്രാഹവും ലോത്തും. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ്, ചാപ്റ്റർ 13. പ്രിയപ്പെട്ടവരെ, ആ വചനഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. ബൈബിൾ ഉള്ളവർ തുറന്ന് വായിക്കണേ. ബാക്കിയുള്ളവരതേ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടെ ഈ വചനഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണം. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി. ലോത്തും കൂടെയുണ്ടായിരുന്നു. ആര് കൂടെയുണ്ട്? ലോത്ത് കൂടെയുണ്ട്. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗമിൽ നിന്ന് ബെതേൽ വരെയും ബെതേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അബ്രാഹം ഒരു യാത്രയിലാണ്. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഒരു യാത്രയാണ്. ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ. ദൈവം പറഞ്ഞിടത്ത് കുറ്റിയടിച്ച് ജീവിതം ആരംഭിച്ച്, ദൈവം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറിച്ച് വീണ്ടും പുതിയ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവമകൻ. ഈ അബ്രാഹം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? വചനം പറയുകയാണ്, അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു സ്ഥലത്തെത്തുമ്പോൾ യാത്ര ചെയ്ത്, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണേ, ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ് ഇവിടെയുള്ള പലരും. യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താ? ഉടനെ തന്നെ എവിടെയാണ് നല്ല ചായക്കടയുള്ളത്? ആണോ? നമ്മളതാണല്ലോ അന്വേഷിക്കുന്നത്. ഇവിടെ എവിടെയാണ് നല്ല പൊറോട്ട കിട്ടുന്നത്? ഇവിടെ എവിടെയാണ് താമസിക്കാൻ നല്ല സ്ഥലം? ഇവിടെ എവിടെയാണ് വിശ്രമിക്കാനുള്ള സ്ഥലം? അബ്രാഹം അങ്ങനെയല്ല, ചായക്കട തപ്പിയല്ല പോയത്. അബ്രാഹം ചെയ്ത പ്രവൃത്തി, അവൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത കാര്യം, ആ മണ്ണിൽ നിന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാത്രാ വഴികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അബ്രാഹം പഠിപ്പിക്കുന്നത്. നീ യാത്ര ചെയ്യുമ്പോൾ, ഒരു സ്ഥലത്തെത്തുമ്പോൾ, ഒരു മണ്ണിലെത്തുമ്പോൾ ചെയ്യേണ്ട കാര്യം, നീ എന്ത് ചെയ്യണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക വിശുദ്ധാത്മാക്കളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അനേകം മാർപ്പാപ്പമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരൊരു മണ്ണിലേക്ക് ചെല്ലുമ്പോൾ അവരാദ്യം ചെയ്യുന്ന പ്രവൃത്തി, അവർ കുനിഞ്ഞ് ആ മണ്ണിനെ തൊട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു.
നീ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ, ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ, ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ, ഒരു യാത്ര അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നീ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കണം. വലതുകര ഉയർത്തി ഒച്ചത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ശ്രദ്ധിച്ചോളൂ, 5-ാമത്തെ വചനം. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻ പറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6-ാമത്തെ തിരുവചനം. അവർക്ക് ഒന്നിച്ച് താമസിക്കുവാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കുക വയ്യാതായി. അബ്രാഹമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. ആ കാലത്ത് കാനാൻകാരും പെരീസരും ആ നാട്ടിൽ പാർത്തിരുന്നു. അപ്പോൾ ഒരു കുടുംബം, നമ്മുടെയൊക്കെ വീടിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ ചെറുപ്പത്തിൽ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് വളർന്നു, സ്നേഹിച്ചൊക്കെ വളർന്നു. എന്നാൽ കാലം മുന്നോട്ട് നീങ്ങുന്നു, കല്യാണമൊക്കെ കഴിച്ച് മക്കളായി, കൊച്ചുമക്കളായി. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു വീട്ടിനുള്ളിൽ എല്ലാവർക്കും ഒതുങ്ങിക്കൂടാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതാ ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്താൻ പോവാം. 8-ാം തിരുവചനം തൊട്ടൊന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സ് 8. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രധാനപ്പെട്ട ഒരു ജീവിത നിയമമായിട്ട് ഉള്ളിലുണ്ടാവണം. നമ്മൾ തമ്മിലും നമ്മുടെ മക്കൾ തമ്മിലും ഒരു കാരണവശാലും കലഹമുണ്ടാവരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ചിന്ത എന്നും ഉള്ളിൽ സൂക്ഷിക്കണേ, കേട്ടല്ലോ. നമ്മൾ കാരണം നമ്മുടെ മക്കളും അടുത്ത തലമുറയും തമ്മിൽ കലഹമുണ്ടാവരുത്. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം ഒരിക്കലും ഒന്നിൻ്റെ മുമ്പിൽ നമ്മൾ ഇട്ടുകൊടുത്തേക്കരുത്. കലഹമുണ്ടാകാനുള്ള സാധ്യതകൾ വരുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞേക്കണം, അവയ്ക്കെതിരെ നമ്മൾ പ്രതിരോധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുന്ന് വലിയ ദൂരമല്ലാതെ ഉള്ള ഒരു കുടുംബം, ആ കുടുംബം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഞങ്ങളെക്കുറിച്ച് പറയണം, അതുകൊണ്ടാണ് പറയുന്നത്. ഇവരുടെ കുടുംബത്തിൽ സാമ്പത്തികമായി ഇച്ചിരി ഞെരുക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരോട് സംസാരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇദ്ദേഹം തറവാട്, അതായത് അപ്പൻ മരിച്ചിട്ട് ശവസംസ്കാരത്തിന് പോലും പോയിട്ടില്ലാത്ത ഒരാളാണ് ഇയാൾ വന്നിരിക്കുന്ന ആള്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യയും 2 പിള്ളേരൊക്കെ ഉണ്ട്. ഇവരുടെ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഭാര്യയാണ് എന്നോട് പറഞ്ഞത്, അച്ചോ, എൻ്റെ ചേട്ടൻ നല്ലവനാണ്, ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്നതാണ്, പക്ഷെ അച്ഛ ഒരു പ്രശ്നം, തറവാട്ടി പോകത്തില്ല. അപ്പം മരിച്ചിട്ട് ശവസംസ്കാരത്തിന് പോലും പോയില്ല. ഉടനെ തന്നെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛ അതിനൊക്കെ കാരണമുണ്ട്, ഇവള് പറയുന്നത് പോലെയൊന്നുമല്ല, എൻ്റെ നെഞ്ചിലെ അത്രയും വലിയ വിഷമം കിടക്കുക, എൻ്റെ നെഞ്ചിൽ അത്രയും വലിയ വിഷമം കിടക്കുക. ഞാൻ ചോദിച്ചു, മരിക്കുമ്പോഴെങ്കിലുമൊക്കെ പോകണ്ടായിരുന്നോ? അച്ഛാ അതൊന്നും പറ്റിയില്ല, അതൊക്കെ അങ്ങനെ ആയിപ്പോയി, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ ചേട്ടൻ പോയില്ല എന്നുള്ളതല്ല വിഷമം, ഞങ്ങളെ വിട്ടില്ല അച്ഛാ. അച്ഛാ ഈ മക്കൾക്കൊരാഗ്രഹമില്ലേ അപ്പനെ അവസാനമായിട്ടൊന്ന് കാണാൻ, ഞങ്ങളെ വിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ? അച്ഛാ ഞങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, തറവാട്ടിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരരുത്. തറവാട്ടിലോട്ട് നിങ്ങൾ അപ്പനെ അമ്മേനെ കാണാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ പൊക്കോ, പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വരരുത്. ഇതെൻ്റെ വീടാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, നിങ്ങൾ എൻ്റെ മക്കളാ, ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ മതി, ഞാൻ പറയുന്ന സന്തോഷമൊക്കെ മതി, അപ്പനെ അമ്മേനെയും തറവാട്ടിലോട്ട് നിങ്ങൾ പോകണ്ട. സംസാരിച്ചു വന്നപ്പോഴാണ് ആ കുടുംബം അനുഭവിക്കുന്നത് വളരെ വലിയൊരു ഭാരം. വർഷങ്ങൾക്ക് മുമ്പ് സ്വത്ത് വീതം വെപ്പിനോട് ബന്ധപ്പെട്ട് തറവാട് വീടിരിക്കുന്നത് ഇയാൾ പണിതതാ, വർഷങ്ങൾക്ക് മുമ്പ് കഷ്ടപ്പെട്ട് പണിതതാ. എന്നാൽ വീതം വെപ്പിന്റെ സമയത്ത് ഈ കഷ്ടപ്പെട്ട് പണിത വീട് ഇളയാൾക്ക് കൊടുത്തു, മൂത്തയാളായ ഇയാൾക്ക് വേറെ ചില കാര്യങ്ങൾ കൊടുത്തു. അന്ന് വഴക്കായി, പ്രശ്നമായി, രൂക്ഷമായി അന്ന് ഇറങ്ങിപ്പോന്നതാണ് ഈ മനുഷ്യൻ. പിന്നീട് ജീവിതം മെച്ചപ്പെട്ടു, കഴിവുള്ളത് കൊണ്ട് പല കാര്യങ്ങളും മെച്ചപ്പെട്ടു, വീടായി, മക്കളായി, കുടുംബം വളർന്നു. ഇപ്പോഴും തറവാട്ടിൽ പോകത്തില്ല, കുടുംബത്തിലോട്ട് പോകത്തില്ല, അവരോട് സ്നേഹമില്ല. അപ്പൻ മരിച്ചിട്ട് ശവസംസ്കാരത്തിന് പോലും പോയില്ലെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തിയും ചിന്തിക്കണം,
നിങ്ങൾ കാരണം അടുത്ത തലമുറ മക്കള് തമ്മിൽ കലഹിക്കാൻ ഇടവരരുത്. പല കുടുംബങ്ങളിലും അപ്രകാരമുണ്ട്. ഇത് തിരുനാൾ സീസണൊക്കെയാണ്. പലതരത്തിലുള്ള അടിപിടി ബഹളങ്ങളൊക്കെ പല സ്ഥലത്തും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്ക് പല കൂട്ടായ്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മദ്യമാണ്. കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് ചർച്ച വരുന്നത് ഇവിടുന്ന് എന്ത് കിട്ടി, സ്വത്തത്ര കിട്ടി, ഇവളെ കെട്ടിയിട്ട് എനിക്ക് എന്ത് കിട്ടി, പല പ്രശ്നങ്ങളും ആരംഭിക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ സൂക്ഷിക്കണം. കുടുംബങ്ങളിൽ നമ്മൾ മൂലം അടുത്ത തലമുറ കലഹമുണ്ടാവാൻ, വഴക്കുണ്ടാവാൻ ഇടവരുത്തരുത്. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സഹോദരന്മാരാണ്. അബ്രാഹാം പറയാണ്, നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം, കേട്ടല്ലോ. നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് വഴക്കുണ്ടാക്കാൻ, തർക്കിക്കാൻ നമ്മളായി ഇടം കൊടുക്കരുത്. 8-ാമത്തെ വചനാണ് വായിച്ചത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനം. 9-ാമത്തെ വചനഭാഗം. ഇതാ അബ്രാഹാം പറയാണ്, ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് പോയിക്കൊള്ളാം. വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അബ്രാഹാം ആരോട് പറയുന്നു? ലോത്തിനോട് പറയുന്നു, നമ്മൾ തമ്മിൽ കലഹം ഉണ്ടാക്കരുതേ. ആ നല്ലതല്ലല്ലോ. നീ ഒരു കാര്യം ചെയ്, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ. എന്താ അല്ലേ? നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ. നിനക്ക് ഏത് വശത്തോട്ടാ പോകണ്ടേ? വലതുവശത്തേക്ക് പോകണോ? നീ ഇഷ്ടമുള്ളത് വലതുവശത്തെടുത്തോ. ഞാൻ എന്നാ ഇടതുവശത്തോട്ട് പൊക്കോളാം. ഇനി നിനക്ക് ഇടതുവശത്തുമാണോ വേണ്ടത്? ഞാൻ വലതുവശത്തോട്ട് പൊക്കോളാം. നിന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെ ഉള്ളിൽ സ്വന്തം സഹോദരനോട് വലിയൊരു കൺസേൺ ഉണ്ടായിരുന്നു. അബ്രാഹത്തിനുണ്ടല്ലോ ജീവിതമൊക്കെ, അബ്രാഹത്തിനുണ്ടല്ലോ ഈ ആടുമാടുകളൊക്കെ. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ, ഇതൊക്കെ ഞാൻ കൊണ്ടു നടക്കണ്ടേ, കുറെ സ്വത്തൊക്കെ ഉണ്ടാക്കണ്ടേ. ഇതൊന്നും അല്ലായിരുന്നു അബ്രാഹത്തിന്റെ തലയിലുണ്ടായിരുന്ന ചിന്ത സ്വന്തം സഹോദരനെ കുറിച്ചുള്ള കൺസേൺ ആണ്. സ്വന്തം സഹോദരന്റെ ജീവിതത്തെ കുറിച്ചായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ക്രൈസ്തവൻ എന്നും സ്വീകരിക്കേണ്ട നിലപാട് അബ്രാഹാം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ കൂടെയുള്ളവരെ കുറിച്ച് നിനക്കൊരു കൺസേൺ വേണം, ഒരു ശ്രദ്ധ വേണം. നീ എപ്പോഴും നിന്റെ കാര്യം മാത്രം പോരാ, മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം. ഇച്ചിരി കുറവാ പലർക്കും അല്ലേ? എൻ്റെ കാര്യം എൻ്റെ വയറ് നിറയണം, എൻ്റെ കാര്യം, വേറെ ഒരു ശ്രദ്ധയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥന്റെ പ്രത്യേകത എനിക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നി. ഇദ്ദേഹം രാവിലെ എഴുന്നേക്കുന്നു, ചായ എവിടെ? 7:30-8 മണിയാകുമ്പോഴത്തേക്ക് കാപ്പി എവിടെ? ഉച്ചയ്ക്ക് 12:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ മേശപ്പുറത്ത് വന്നിട്ട് ഭക്ഷണം എവിടെ? 4 മണിക്ക് ചായ എവിടെ? രാത്രി 7:30-8 മണി പ്രാർത്ഥനയ്ക്ക് മുമ്പ്, പ്രാർത്ഥനയൊക്കെ ചെല്ലും, പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഭക്ഷണം എവിടെ? അത്താഴം എവിടെ? എന്നാ പിന്നെ ആ വീട്ടില് ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു ഭാര്യയുണ്ടെന്നും കുടുംബത്തിൽ മക്കളുണ്ടെന്നും, മക്കളൊക്കെ ഉണ്ടെന്നും. ഇത് ഒറ്റപ്പെട്ട വീടൊന്നും വാടക വീടൊന്നുമില്ല, ഒരു കുടുംബത്തിനെ, തറവാടിനെ കുറിച്ചാണ് പറയണത്. ഇത്രയും മനുഷ്യരവിടെയുണ്ടെന്നും ഒരു ശ്രദ്ധയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പി എവിടെ? ഇതെന്നെ മെഷീനാണോ? എന്നാൽ പിന്നെ ഭാര്യ എഴുന്നേറ്റോ? ഭാര്യയുടെ ആരോഗ്യമുണ്ട്, എങ്ങനെയുണ്ട്? ഭാര്യയ്ക്കൊന്ന് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഭാര്യയ്ക്ക് രോഗിയാ, എനിക്കറിയാം, ഈ ഭാര്യ രോഗിയാ. ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ കൺസേൺ അല്ല, ഒന്നുമല്ല. രാവിലെ എപ്പോഴും ഇരുന്നോണ്ട് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. ഓർഡറാണ്, രാവിലെ തൊട്ട് ഓർഡറാണ്. കാണുന്നില്ലല്ലോ, നീ എവിടെയാണ്, എവിടെ പോയി, എന്ത് ചെയ്യുന്നു? എന്നാൽ പിന്നെ ആ വീട്ടിൽ മക്കളുണ്ട്. നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ വീട്ടിൽ വിരുന്നുകാര്, ബന്ധുക്കള് ആരെങ്കിലും ചെല്ലും, അതൊന്നും ഇദ്ദേഹത്തിന് വിഷയമല്ല. അവരവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാണം കൂടാതെ ഇയാൾ അപ്പുറത്ത് വന്നിരുന്നു, എനിക്ക് ഭക്ഷണത്തിന് സമയമായി, നിങ്ങൾ വർത്തമാനം പറഞ്ഞോ. മാറി ഇരുന്നുകൊണ്ട് പങ്ക്ച്വാലിറ്റി, കൃത്യത. ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ആരോഗ്യമൊക്കെ ഞാൻ നോക്കുന്നത്. വലിയ അഭിമാനത്തോടെ പറയുക. എന്തൊരു നാണക്കേടാണ്. കൂടെയുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണ്ടേ? ആ വീട്ടിൽ വേറെ മനുഷ്യരുണ്ടല്ലോ.
അല്ലേ? ആ വീട്ടിൽ വേറെ മനുഷ്യരുണ്ടല്ലോ, അവരെങ്ങനെ ജീവിക്കുന്നു, അവർക്ക് ഭക്ഷണമുണ്ടോ, അവർക്ക് തികയുമോ, അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, ഇതൊന്നും ശ്രദ്ധയില്ല. എൻ്റെ കാര്യം എവിടെ ഇരിക്കുന്നു? ചോറ്, ഭക്ഷണം, ചായ. ഈ രാവിലെ തൊട്ട് ഈ മെഷീനിൽ നിന്ന് വരുന്ന ഒച്ച പോലെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ ഒരു ഒച്ച കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിൻ്റെ? പ്രഷർ കുക്കറാണ്. ആ, ഒരു പ്രഷർ കുക്കർ ഇവിടെയുണ്ട്, അതിൻ്റെ വിസിലടി ഇപ്പം തുടങ്ങും, അച്ഛന് കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതെന്ത് പ്രഷർ കുക്കർ? സമയമായി. അച്ഛൻ വാച്ച് നോക്കിയേ, 12:30 ഇപ്പം കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ട്, ഭക്ഷണമായില്ലേ? ഭാര്യ എന്നോട് പറഞ്ഞു ചിരിച്ചോണ്ട്, വിസിലടി 1ാമത്തെ വിസിലടിയാണ്, പ്രഷർ കുക്കർ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് എന്താവും? എന്താവാനാണ്? ഈ പ്രഷർ കുക്കർ ഇപ്പം അടുത്തത് വിസിലടിക്കും, 2 മിനിറ്റ് കഴിയുമ്പോൾ വിസിലടിക്കും, ഇനി വീണ്ടും വിസിലടിക്കും. എൻ്റെ അച്ഛാ, ഈ വിസിലടി കൂടുന്നതനുസരിച്ച് പ്രശ്നം രൂക്ഷമാവും, പിന്നെ പൊട്ടിത്തെറിയാണ്. അതിനു മുമ്പ് അച്ഛൻ അവിടെ ഇരിക്കും, ഞാൻ പോയി എന്തെങ്കിലും കൊടുക്കട്ടെ, അടുത്ത വിസിലടി ഇപ്പൊ വരും. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിത വഴികളിലും മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധയുണ്ടോ? കൂടെയുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധയുണ്ടോ? അബ്രാഹത്തിനുണ്ടായിരുന്ന വലിയൊരു ക്വാളിറ്റിയാണ് സഹോദരങ്ങളെ കുറിച്ച് ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. മറ്റുള്ളവരെ കുറിച്ചൊരു ശ്രദ്ധ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോത്തിനോട് പറഞ്ഞു, എടാ സഹോദര, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, നിനക്ക് വലതുവശത്തേക്ക് പോകണം, നീ വലതുവശത്തേക്ക് പൊക്കോ, ഞാൻ ഇടതുവശത്തേക്ക് പൊക്കോളാം, നീ അത് മുഴുവൻ എടുത്തോ, നിനക്കിനി ഇതാണ് വേണ്ടതെങ്കിൽ നീ ഇതെടുത്തോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അടുത്ത വചനം വായിച്ചേ, ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. 10ാം തിരുവചനം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ലോത്തെ അബ്രാഹത്തെ പോലെ മണ്ടനല്ല. ലോത്തെ അബ്രാഹത്തെ പോലെ ലോകവിവരമില്ലാത്ത ആളല്ല. ലോത്തുണ്ടല്ലോ, ഭാവിയൊക്കെ നേരത്തെ കണ്ടും സെറ്റാക്കാൻ പറ്റിയ ആളാണ്, അല്ലേ? നമ്മൾ ചില ആളുകളെ കുറിച്ചൊക്കെ പറയത്തില്ലേ, കുടുംബത്തിന് വേണ്ടി മുഴുവൻ ജീവിച്ചു, അല്ലേ? മണ്ടൻ, ഇങ്ങനെയാണോ ഇയാൾ ജീവിക്കേണ്ടത്? ഇങ്ങനെയല്ലായിരുന്നല്ലോ. അബ്രാഹത്തെ കുറിച്ച് ലോത്ത് ചിന്തിക്കുക, മണ്ടൻ, ഇത്രയും ലോഫറല്ലേ കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ലോത്ത് നോക്കി, മൊത്തം നോക്കി, ഇതിലേതാ മെച്ചം എന്നുള്ളത് ജോർദാൻ നദി അങ്ങോട്ട് കിടക്കുവാണ്. വചനം പറയാണ്, അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. 11ാം തിരുവചനം. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു, അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു, അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കിഴക്ക് ജോർദാൻ സമതലങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലഭൂഷ്ടിയുള്ള സ്ഥലം. അപ്പൊ ലോത്ത് ബുദ്ധിമാനാണല്ലോ, ലോകവിവരമുള്ളവനാണല്ലോ, ജീവിതം കണ്ടവനാണല്ലോ. അതുകൊണ്ട് ലോത്ത് ചിന്തിച്ചു, എടുക്കുമ്പോൾ ഏതായാലും നല്ലത് എടുക്കണം, അല്ലേ? തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് തിരഞ്ഞെടുക്കണം. സഹോദരൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ, അവൻ പൊട്ടൻ, അവന് വല്ല ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ പറയാവോ? അവനെ പറ്റിച്ചേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ജോർദാന് നേരെയുള്ള സമതലങ്ങൾ, അതായത് നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണ് ആര് തിരഞ്ഞെടുത്തു? ലോത്ത് തിരഞ്ഞെടുത്തു. എന്നിട്ട് അവൻ അങ്ങോട്ട് കിഴക്കോട്ട് വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുത്തൻ കിഴക്കോട്ട് പോയി, ഇനി മറ്റൊരുത്തൻ അവിടെ നിപ്പുണ്ട്. ആര്? അബ്രാഹം. ഇനി അബ്രാഹം നോക്കിയപ്പോഴുള്ള സ്ഥലം എന്താ? വരണ്ടുണങ്ങിയ മണ്ണ്, മൊത്തം അന്തരീക്ഷം വളരെ മോശം, അല്ലേ? നല്ലത് അവൻ തിരഞ്ഞെടുത്തുന്നു, ഞാൻ പറ്റിക്കപ്പെട്ടു, അല്ലേ? എനിക്കിനി എന്ത് ചെയ്യും? ഇവിടെ ഇരിപ്പുണ്ട് ചിലര്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാച്ചാ, എൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാ. സഹോദരന്മാര്, കഴിവുള്ളവര്, ബുദ്ധിയുള്ളവര്, ഡിഗ്രി ഉള്ളവര്, അവർക്കൊക്കെ ആൾബലമുണ്ട്, അവർക്കൊക്കെ കഴിവുണ്ടച്ചാ. എനിക്ക് മാത്രം ഒരു കഴിവില്ല, എനിക്ക് മാത്രം ഞാൻ ഇങ്ങനെയായിപ്പോയി. അവരൊക്കെ ബുദ്ധിയുള്ളത് കൊണ്ട് അവർ വീട് വെച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവർ നല്ല രീതിയിലാണച്ചാ. ഞാൻ ഇപ്പോഴും ഇങ്ങനെ. അബ്രാഹം നിന്നോട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? അബ്രാഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ കാര്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സ്വീകരിച്ചോണേ. വചനം ഇങ്ങനെ പറയുന്നു, 12ാം തിരുവചനം. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി, ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു.
അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. 13-ാം തിരുവചനം, സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. ശ്രദ്ധിച്ചോ, ലോത്ത് നോക്കിയത് എന്താ? സമൃദ്ധി മാത്രമേ നോക്കിയുള്ളൂ, പ്രോസ്പെരിറ്റി മാത്രമേ നോക്കിയുള്ളൂ, അല്ലേ? സാമ്പത്തികമായ നേട്ടം മാത്രമേ നോക്കിയുള്ളൂ. ആ പ്രദേശത്തെ ആളുകളെ അയാൾ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചേ, നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീ ഒരു ദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ ആളുകൾ യാത്ര ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി തേടി ഭാവി തേടി യാത്ര ചെയ്യുന്നവരാണ്. UK-ക്കും ജർമ്മനിക്കും ഇംഗ്ലണ്ടിലേക്കും അല്ലെ ഓസ്ട്രേലിയക്കും കാനഡ ന്യൂസിലൻഡ് എവിടെയൊക്കെയാണ് പോകണ്ടേ? യാത്ര ചെയ്ത് പോകുന്നവർ, പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോണം. നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സമ്പത്ത് ആയിരിക്കരുത്. ആമേൻ. പിടികിട്ടിയോ? സമ്പത്ത് വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ സമ്പത്തായിരിക്കരുത് നിന്റെ ലക്ഷ്യം. സമ്പത്ത് മാത്രം കണ്ടുകൊണ്ട് നീ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി അത്ര എളുപ്പമായിരിക്കില്ല. സമ്പത്ത് മാത്രമായിരിക്കരുത് നിന്റെ ലക്ഷ്യം. ലോത്തിന് സംഭവിച്ചത് സമ്പത്ത് മാത്രമേ നോക്കിയുള്ളൂ, തൻ്റെ ഭാവി ജീവിത അഭിവൃദ്ധി മാത്രമേ നോക്കിയുള്ളൂ. എനിക്ക് എങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താം, സാമ്പത്തികമായിട്ട് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് മാത്രമേ ലോത്ത് ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് ലോത്ത് തിരഞ്ഞെടുത്തത് അങ്ങനെയുള്ള സ്ഥലമാണ്. പക്ഷേ ആ സ്ഥലത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നു, ആ നാട്ടിലൊരു കുഴപ്പമുണ്ടായിരുന്നു. അതൊന്നും അയാൾ നോക്കിയില്ല. ആ നാട്ടില് പാപ അവസ്ഥ പെരുകിയിരുന്നു, അത് അദ്ദേഹം നോക്കിയില്ല. വചനം എന്താ പറയുന്നത്? സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? ആ ദുഷ്ടന്മാരുടെയും മഹാപാപികളുടെയും ഇടയിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ആരെ സ്വാധീനിക്കും? ലോത്തിനെയും മക്കളെയും സ്വാധീനിക്കും. എന്ന് പറഞ്ഞാൽ ആത്മീയ വശങ്ങൾ ഒന്നും നോക്കാതെ ഇയാൾ എടുത്തു ചാടി പുറപ്പെട്ടു. പണമുണ്ടാക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒന്ന് നിന്റെ അടുത്ത തലമുറ മക്കൾ. പണം ഉണ്ടാക്കാം, പൗണ്ട് കിട്ടും, യൂറോ കിട്ടും, പക്ഷെ മക്കൾ ഒരപ്പന്റെ കണ്ണുനീര്. കൃത്യമായിട്ട് കേട്ടോ. അപ്പം പറയാ, അച്ചോ വിദേശത്തുള്ള ഒരു സ്ഥലം, അപ്പം പറയാ, അച്ഛാ എൻ്റെ മകന് 18 വയസ്സ് തികഞ്ഞ അന്ന് രാത്രി മുതൽ എൻ്റെ ചങ്കിടിപ്പ് കൂടി. ഞാൻ ചോദിച്ചു, 18 വയസ്സ് തികഞ്ഞ അന്ന് മുതൽ എന്തിനാ ചങ്കിടിപ്പ് കൂടുന്നേ? അച്ഛൻ അറിയോ, ഈ ദേശത്ത് 18 വയസ്സ് കഴിഞ്ഞാൽ അവൻ ഇഷ്ടമുള്ളത് ചെയ്യാം. 18ാമത്തെ ബർത്ത്ഡേ അവൻ ആഘോഷിച്ചൊരു പാർട്ടി കഴിഞ്ഞ് അവൻ വന്നപ്പോൾ അവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ അച്ഛൻ മുറിക്കകത്തോട്ട് കയറി വാതിലടച്ചു. ആ മുറിക്ക് പുറത്ത് ഞാൻ ഇരുന്നത് എങ്ങനെയെന്നറിയോ? വ്യഭിചാരശാലയ്ക്ക് മുമ്പിൽ കാവൽ നിൽക്കുന്നത് പോലെയാ ഞാൻ നിന്നത്. നേരം വെളുത്തപ്പോൾ വാതിൽ തുറന്ന് ആ പെണ്ണിറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു, അപ്പനല്ലേ, എന്ത് ചെയ്യാനാച്ചാ? ഈ ദേശത്തെ നിയമം ചോദ്യം ചെയ്യാൻ പാടില്ല. മകന് 18 വയസ്സ് കഴിഞ്ഞു, ഇനി ചോദ്യം ചെയ്താൽ അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും, അവന്റെ ഫ്രീഡത്തെ കയറി ചോദ്യം ചെയ്തെന്നാവും. അച്ഛാ 18 വയസ്സ് കഴിഞ്ഞാൽ അവൻ ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ നിസ്സഹായനായിട്ട് നിൽക്കുവാണ് അച്ഛാ. ഇതൊരു ദിവസമല്ല, 18 കഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ നെഞ്ചെടുപ്പ് കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന വിഷമമാണ്. ഇവൻ എന്ത് ചെയ്താലും എൻ്റെ ദൈവമേ അതെൻ്റെ ജീവിതത്തിലല്ലേ സ്വാധീനിക്കുന്നത്. അച്ഛാ സമ്പത്തൊക്കെയുണ്ട്, ജോലിയുണ്ട്, ഞങ്ങൾ മകനെ കുറിച്ച് ഓർത്ത് നീറി കഴിയുവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഓൺലൈനൊക്കെ കേൾക്കുന്ന അതേനേക വിദേശത്തിരിക്കുന്നവരുടെ ഉള്ളിലുള്ള ഭാരമാണ്. മകനും മകളും എന്താവും, ഇവരുടെ ഭാവി എന്താവും? വിദേശത്തൊരു വീട്ടിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയ അവസരത്തിൽ താമസിക്കുന്നു. ഭാര്യയും ഭർത്താവും, ആ കുടുംബത്തിൽ 2 മക്കളും ഉണ്ട്. ഈ മക്കളെ ഞാൻ കണ്ടിട്ടില്ല. ആ വീട്ടിൽ 2 ദിവസം താമസിച്ച് അവിടെ അടുത്ത് ശുശ്രൂഷ ചെയ്തു. ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു അപ്പനോടും അമ്മയോടും, നിങ്ങളുടെ 2 മക്കളെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അച്ഛാ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് അച്ഛാ, അവരിവിടെ ഉണ്ട്, അവരുടെ മുകളിലത്തെ നില കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അങ്ങനെയല്ല, അവരെ നമ്മളൊന്ന് കാണണ്ടേ? ഞാനൊരു വൈദികൻ ഈ വീട്ടിൽ വന്ന് 2 ദിവസം താമസിച്ചു. ഓ ഫാദറെ, അവർക്കിതൊന്നും താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ മതപരമായ കാര്യങ്ങളിലൊന്നും അവരെ ഉൾപ്പെടുത്തരുത്. അച്ഛനൊരു പ്രീസ്റ്റ് അല്ല, അതൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച്
ഞങ്ങൾ ഒരുമിച്ച് തന്നെ വല്ലപ്പോഴും കാണും. അവൻ അപ്പുറത്തൂടെ വന്ന് മോളിൽ കയറി കിടക്കും. അവൻ എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിക്കും. അവൻ്റെ അമ്മ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി സോസേജോ അതും ഇതൊക്കെ കഴിച്ചിട്ട് പൊക്കോളും. എൻ്റെ അച്ഛ കൾച്ചർ വേറെയാ, കൾച്ചർ വേറെയാ. അപ്പം ന്യായീകരണം തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, ഈ മകളുണ്ടല്ലോ, ഈ മകളുടെ ഭാവി, അവള് കല്യാണം കഴിക്കണ്ടേ? അവളുടെ ജീവിതം എന്താവും? അവളെക്കുറിച്ച് അപ്പൻ്റെ സ്വപ്നം എന്താ? അച്ഛാ ഒരു പിടുത്തവും ഇല്ല. സത്യം പറയാമല്ലോ അച്ഛാ, നെഞ്ചുരുകിയ ജീവിക്കുന്നത്, പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നാട്ടിലൊക്കെയുള്ള ആളുകളുടെ ചിന്ത ഞങ്ങളിങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെയല്ല അച്ഛാ. മക്കളെക്കുറിച്ച് തീക്കകത്ത നിൽക്കണത്. ഇവനിപ്പോൾ എന്ത് ചെയ്യും, അവൾ എന്ത് ചെയ്യും, ഇഷ്ടമുള്ളത് ചെയ്യും, ആരുടെ പുറകെ വേണമെങ്കിലും പോകാം. ഈ രാജ്യത്തെ നിയമം അങ്ങനെയാണ്. ഞങ്ങൾ നിസ്സഹായരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ എക്സെപ്ഷണൽ കേസായിട്ടൊന്നും കണക്കാക്കണ്ട. ഒത്തിരി കുടുംബങ്ങളുടെ കണ്ണുനീരിൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഒത്തിരി കുടുംബങ്ങളുടെ കണ്ണുനീരിൻ്റെ കഥ. ഇത് കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഓൺലൈനിൽ പങ്കെടുക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും. 18 വയസ്സ് തികഞ്ഞ അന്ന് പ്രിയപ്പെട്ട മകള് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. മറ്റൊരു വിദേശിയുടെ കൂടെയാണ്. ആ വിദേശിയുടെ കൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി കുടുംബം ചെന്നു. അവരെല്ലാവരും കൂടെ, അവർ ആഫ്രിക്കൻ വംശജരായിരുന്നു. അവരെല്ലാവരും കൂടെ മലയാളികളായിട്ടുള്ളവരെ തല്ലി. മകളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ സങ്കടം കൊണ്ട് കണ്ണുനീരോട് നിൽക്കുന്ന ഈ അപ്പൻ, വിഷമം, സങ്കടം. ഈ ആഫ്രിക്കൻ വംശജരെന്ന് പറഞ്ഞ് അവർ ഇയാൾക്കെതിരെ പോലീസ് കേസ് കൊടുത്തു. അപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. എന്തിനെന്നറിയോ? മകളെ ഇറങ്ങിപ്പോയി ചോദ്യം ചെയ്യാൻ പോയതിന്. മകള് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്തെന്നറിയോ? ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയി, എന്നെക്കുറിച്ച് നീ എൻ്റെ പേരൻസ് അന്വേഷിക്കാൻ വരണ്ട. ഈ അപ്പൻ 4-5 ദിവസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ ഫോൺ വിളിച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അച്ഛാ എന്തിനാ അച്ഛാ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ജീവിക്കണേ? ആ നാട്ടിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു. എൻ്റെ മകളെ ഇന്നൊരു ആഫ്രിക്കൻ വംശജന്റെ കൂടെ ഇറങ്ങിപ്പോയി ഒരു വെട്ടത്തൊരു ജീവിക്കുക. ഇത്രയും നാളും 18 വയസ്സ് വരെ ഞാൻ പൊന്നേ കരളെ എന്നും പറഞ്ഞു കൊണ്ട് നടന്നതല്ലേ. അവൾക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? അവൾക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു? അവളുടെ ഇഷ്ടത്തിനൊക്കെ ഞാൻ ചേർന്ന് നിന്നതല്ലേ അച്ഛാ. എന്നിട്ട് എന്തേ ആ മകൾ എന്നോട് ഇങ്ങനെ ചെയ്ത്? എന്നിട്ട് എന്തേ അവൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്? എന്നിട്ട് എന്തേ എന്നെ ജയിലിൽ അടപ്പിച്ചത്? 4-5 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല അച്ഛാ. എൻ്റെ നെഞ്ച് കടന്ന് പിടയ്ക്കുക. ഒറ്റപ്പെട്ട സംഭവമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇവിടെ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കണം. സമ്പത്ത് കണ്ടുകൊണ്ട് മാത്രം നിന്റെ ജീവിതത്തെ നീ നോക്കരുത്. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആത്മീയമായിട്ട് എൻ്റെ മക്കളെ വളർത്താൻ പറ്റുമോ? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മീയമായിട്ട് നിങ്ങളുടെ മക്കളെ വളർത്താൻ പറ്റുമോ? ദൈവത്തെയും ദൈവകാര്യങ്ങളെയും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ നിങ്ങൾ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നത്? ഒരായുസ് മുഴുവൻ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മതിയോ? ഒരല്പം കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റേജ് എത്തും. അവിടെ ഭാരപ്പെടാൻ തുടങ്ങും. അബ്രാഹത്തിന്റെ ലോത്തിൻ്റെ ജീവിതം ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്ന കാര്യം, ഒരു തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത തലമുറയ്ക്ക് ആത്മീയമായിട്ട് വളരാനുള്ള മണ്ണുണ്ടോ? അതിൻ്റെ സാഹചര്യമുണ്ടോ? അതോ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ? പണമൊക്കെ കിട്ടും, നാട്ടിലൊരു പേരുണ്ടാകും, നാട്ടിൽ 2 നില വീടൊക്കെ പണിയും, ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, വലിയ വണ്ടിയൊക്കെ എടുത്ത് നടക്കാം. പക്ഷേ ജീവിതത്തിൽ എന്നും കണ്ണുനീര് മാത്രം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. ഒരു തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഭാവി ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ സമ്പത്ത് കണ്ടുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കരുത്. മറിച്ച് മക്കളെ ആത്മീയമായി വളർത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ.